ഇന്ത്യയുടെ അരി ഇറക്കുമതിയും കാനഡയുടെ വളം ഇറക്കുമതിയും സംബന്ധിച്ച് പുതിയ തീരുവ ഏർപ്പെടുത്തിയേക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകൾ കാര്യമായ പുരോഗതിയില്ലാതെ തുടരുന്നതിൻ്റെ ഇടയിലാണ് ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അമേരിക്കയിലെ കർഷകർക്ക് വേണ്ടി കോടിക്കണക്കിന് ഡോളറിൻ്റെ സഹായ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. അരി ഇറക്കുമതിയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾക്കിടയിലാണ് ഇന്ത്യ ഒരു പ്രധാന ഉദാഹരണമായി ഉയർന്നു വന്നത്. അരി ഇറക്കുമതി തെക്കൻ പ്രദേശങ്ങളിലെ കർഷകർക്ക് നാശമുണ്ടാക്കുന്നുവെന്നാണ് ലൂസിയാനയിൽ നിന്നുമുള്ള ഒരു കർഷകൻ ആരോപിച്ചത്. അമേരിക്കയിലെ റീറ്റെയിൽ അരി വിപണിയിൽ മുന്നിലുള്ള ഏറ്റവും വലിയ 2 ബ്രാൻഡുകളും ഇന്ത്യൻ സ്ഥാപനങ്ങളുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആരോപണത്തോട് വളരെ പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, 2 മിനിറ്റിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ തീരുവകൾക്ക് കഴിയും. ഇന്ത്യ അവരുടെ അരി അമേരിക്കയിലോട്ട് അങ്ങനെ തള്ളിവിടാൻ പാടില്ല. മറ്റുള്ളവരിൽ നിന്ന് ഞാനത് കേട്ടിട്ടുണ്ട്, എന്നാൽ ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അമേരിക്കൻ ഉൽപ്പാദകരെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ട്രംപ് ആരോപിക്കുന്നു. അമേരിക്കയിലെ ഉൽപ്പാദകരെ സംരക്ഷിക്കാൻ തീരുവകൾ കർശനമായി ഉപയോഗിക്കാനാണ് തൻ്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇറക്കുമതി ടാക്സുകളിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് അമേരിക്കൻ കർഷകർക്ക് $12 ബില്യൺ സാമ്പത്തിക സഹായം നൽകുമെന്നും ട്രംപ് പറഞ്ഞു. കർഷകരുടെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ പാക്കേജ് അത്യാവശ്യമാണെന്നും ട്രംപ് പറയുന്നു. കർഷകർ നാടിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്, അമേരിക്കയുടെ നട്ടെല്ലാണ് അവരെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള തൻ്റെ തന്ത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ തീരുവ സമ്മർദ്ദമെന്നും ട്രംപ് പറഞ്ഞു. കാനഡയിൽ നിന്നുള്ള വളം ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യതയും ട്രംപ് നിർദ്ദേശിക്കുന്നു. കാനഡയിൽ നിന്ന് വലിയ തോതിൽ വളം അമേരിക്കയിലേക്ക് ഇപ്പോൾ ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വളരെ കഠിനമായ തീരുവകൾ ഏർപ്പെടുത്തേണ്ടി വരും. കാരണം അങ്ങനെയാണ് നമ്മൾ ഇവിടെ വളർച്ച പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നും ട്രംപ് പറഞ്ഞു. വിദേശ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇറക്കുമതി ചെയ്യരുതെന്നും ട്രംപ് ആവശ്യപ്പെടുന്നു. ഇറക്കുമതി ചെയ്യുന്ന കാർഷിക വിഭവങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നത് രാജ്യത്തിൻ്റെ വിശാലമായ സാമ്പത്തിക ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തരായ വോട്ട് ബാങ്കാണ് അമേരിക്കൻ കർഷകർ. തിങ്കളാഴ്ച പ്രഖ്യാപിച്ച $12 ബില്യൺ പാക്കേജ് കർഷകർക്ക് ഉടനടി ആശ്വാസം നൽകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഭീഷണി. അടുത്ത ദിവസങ്ങളിലായി അമേരിക്കൻ പ്രതിനിധികളും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും ന്യൂഡൽഹിയിലേക്ക് വരുന്നുണ്ട്. വ്യാപാര ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൻ്റെ ഭാഗമാണ്.